അതെ. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം വെച്ചാൽ അവരിവിടെ തന്നെ ജോലിക്ക് എടുക്കുക എന്നുള്ളതാണ്. കാരണം ഞാനൊരു 4-5 കൊല്ലം മുന്നേ ഞാൻ ഒബ്രോൺ മാളിൽ അവിടെ ഞങ്ങൾ ചെറിയ രീതിയിലൊരു ഒരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 10 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അതിലുണ്ടായിരുന്ന ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഡിസൈൻ ചെയ്യുന്നത്. ഏറ്റവും നല്ല ഡിസൈനേഴ്സ് ഇവിടുത്തെ ക്രിയേറ്റീവ് ജോലി സെറ്റായി, ഇവിടെ ജോലി സെറ്റായി, ഇവരിവിടെ അടിപൊളി ഹാപ്പി, അവർ നല്ല രസമായിട്ട്. പിന്നെ നമ്മളിങ്ങനെ ഇതൊക്കെ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ എന്ത് ക്വാളിഫിക്കേഷനാണ് ഇതിന് ശരിക്കും വേണ്ടത്? ഇതിന് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻസ് ഉണ്ടാവുക എന്നുള്ളത് മാത്രം. ഒരു ക്രിയേറ്റീവ് സെൻസ്. എനിക്കിത് പഠിക്കണം എന്നുള്ള ഒരു ക്രിയേറ്റീവ് സെൻസ് ഇല്ലേ, അല്ലാണ്ട് ഇതിനൊരു ക്വാളിഫിക്കേഷനും വേണ്ട. ഇനി സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാനും അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാനും മലയാളം എഴുതാനും ഇത്രയും മതി നമുക്ക്. ബാക്കി പിന്നെ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് ബാക്കിയെല്ലാം നമ്മളെ ക്രിയേറ്റിവിറ്റിയാണ്. കാരണം പിന്നെ സുഖമായിട്ട് എവിടെയാണെങ്കിലും ഞങ്ങൾക്ക് തന്നെ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. ഇവിടുന്ന് ആരെങ്കിലും പോവുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് തരണേ, അല്ലെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികളെ ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞ് ഇപ്പോഴേ ഓൾറെഡി ബുക്കിങ്ങാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്തുകൊണ്ട് ഞാൻ പഠിപ്പിച്ചു എന്നു ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞു. അതായത് വൃത്തിക്ക് പഠിപ്പിക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതായത് പ്രൊഫഷണൽസ് നേരിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അവിടെ ഒരു ഫാക്കൽറ്റീസ് അവർക്ക് ടൂൾസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെയുള്ള പ്രൊഫഷണൽസ് നേരിട്ട് എങ്ങനെയാണ് ഈ പോസ്റ്റർ ക്രിയേറ്റ് ആയി വന്നത്, എങ്ങനെയാണ് ഞാൻ ഈ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് 3D മോഡലിംഗ്, എങ്ങനെയാണ് ഒരു മോഷൻ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം കാട്ടാളൻ്റെ എയിലാണ് ഞങ്ങൾ മൊത്തം ഒരു മോഷൻ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തത്. അതെങ്ങനെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു, അത് ഏതിനൊക്കെ ടൂൾസൊക്കെ യൂസ് ചെയ്യണം, ഏതൊക്കെ വെബ്സൈറ്റുകളിൽ പോകണം. പിന്നെ ഓരോ ഡിസൈനേഴ്സിനും ഓരോ ട്രിക്സ് ഉണ്ടാവും, ഒരു ടിപ്സ് ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റ്, ഓരോ ഡിസൈനറും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന എല്ലാവർക്കും ഇവരുടെ എല്ലാവരുടെ നിന്നുള്ള കഴിവുകൾ കിട്ടും. ഇപ്പം നീ ഇപ്പോൾ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നു, ഇപ്പം മമ്മൂക്കൻ്റെ കൂടെ അഭിനയിക്കുന്നു, ഇപ്പം ദിലീപേൻ്റെ കൂടെ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ധ്യാൻ്റെ കൂടെ അഭിനയിക്കുന്നു, പിന്നെ അതിനെക്കാട്ടിൽ ലെജൻഡായ എൻ്റെ കൂടെ അഭിനയിക്കുന്നു. എല്ലാത്തിനും നിനക്കൊരു സാധനം കിട്ടും. ഒരു പരിപാടി നിനക്ക് അവരെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപാടികളാണ്. ഞാനാണെങ്കിൽ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാലോ. ഉദാഹരണത്തിന് ഇപ്പോൾ ധ്യാൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പോഡ്കാസ്റ്റ് തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട്, നീ പോഡ്കാസ്റ്റ് തുടങ്ങിയോ, നിനക്ക് ഭയങ്കര കടമാണോ? അതുപോലെ ഈ തുടങ്ങിയപ്പോൾ പുള്ളി എന്താ പറഞ്ഞത്? ആദ്യം കേട്ടപ്പോൾ ഞാൻ ഇതുവരെ തുടങ്ങാൻ പോകുമെന്ന് പുള്ളിയോട് പറഞ്ഞു. അല്ല, പുള്ളി ഭയങ്കര പുള്ളി ഇവിടെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് പുള്ളി ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മൾ നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ് ധ്യാൻ. ഫണ്ണാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ നല്ല ഹെൽപ്പിങ് ചെയ്യും നമ്മളെ. എൻ്റെ അടുത്ത് ഇനി ആഡൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തുതരാം, ആഡിൻ്റെ കൺസെപ്റ്റ് വരെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. നീ അത് ഞാൻ വന്നിട്ട് നിനക്ക് ഫ്രീ ആയിട്ട്. എന്നെ കുറച്ച് സിനിമകളിലൊക്കെ പുള്ളി സജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് സിനിമകളിൽ എന്നെ സജസ്റ്റ് ചെയ്യും. അതൊരു